കുടമാറ്റം ഔദ്യോഗികമായി തുടങ്ങാൻ വേണ്ടി പോകുന്നു. അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും, അതായത് 15 ആനകൾ, 7 ആനകൾ വലത്തും 7 ആനകൾ ഇടത്തും, ഇരു ദേവിമാരുടെയും ഇടത്തും വലത്തുമായി അണിനിരന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള കുടകളെല്ലാം, വർണ്ണക്കുടകൾ ഓരോന്നോരോന്നായി ആനകളുടെ പിൻഭാഗത്ത് കുട മാറ്റിയിരിക്കുന്നു. ആദ്യത്തെ കുടമാറ്റം, ഔദ്യോഗികമായിട്ടുള്ള ആദ്യത്തെ കുടമാറ്റം. ചുവപ്പ് മാറി അതൊരു പച്ചക്കുടയാണെന്ന് തോന്നുന്നു അല്ലെ ജയ്സൺ? പച്ചക്കുട വരുന്നു. മയിൽപ്പീലി കളറാണ്. മയിൽപ്പീലികളുടെ എല്ലാ നിറങ്ങളുടെയും സമ്മിശ്രം നിറമല്ലേ? പച്ചയുമുണ്ട്, നീലയുമുണ്ട്, എല്ലാത്തിന്റെയും ഒരു സമ്മിശ്രമാണ്. അതായത് വിവിധ വർണ്ണങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള മയിൽപ്പീലി കളർ എന്ന് വേണമെങ്കിൽ പറയാം. അത് പാറമേക്കാവിൻ്റെതാണ് ആദ്യ കുട ഉയർന്നിരിക്കുന്നത്. ആ കുട ഉയർന്ന ഘട്ടത്തിൽ തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കും ഹർഷാരവങ്ങൾ, വലിയ ഹർഷാരവങ്ങളാണ് ഉയരുന്നത്. ഇനി തിരുവമ്പാടിയുടെ കുട അത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഏവരും ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പാറമേക്കാവിന്റെ ആദ്യത്തെ കുടയാണ്. അത് മയിൽപ്പീലി വർണ്ണങ്ങളുള്ള കുടയാണ് ഉയർന്നു നിൽക്കുന്നത്. ഒപ്പം തന്നെ ശിവന്റെ ചിത്രങ്ങളാണ്, അതായത് ശിവരൂപം അല്ലെ? ശിവരൂപമാണ്. ശിവരൂപമാണ് അതിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ശിവരൂപം ആലേഖനം ചെയ്ത തിരുവമ്പാടി. നോക്കൂ, ഏതു കുടകളാണ് വർണ്ണവിസ്മയങ്ങളിൽ ഏറ്റവും മനോഹരമെന്ന് പറയാൻ ഒരിക്കലും നമുക്ക് പറ്റാറില്ല. കഴിഞ്ഞ പൂരത്തിനും അതിന് മുന്നത്തെ പൂരത്തിനും പൂരം കണ്ടവർക്കറിയാം, അത് തിരുവമ്പാടിക്കാരും പാറമേക്കാവുകാരും ഒട്ടും കുറയ്ക്കാറില്ല അതിന്റെ പൊലിമ എന്നുള്ളതാണ്. ആ കുടമാറ്റത്തിൽ ആർക്കാണ് ഒരു അല്പം ഒരു മുന്നേറ്റമുള്ളത് എന്ന് പറഞ്ഞു പോയാൽ തർക്കത്തിന് കാരണമാണ്. കാരണം അത്രമേൽ പാറമേക്കാവ് വീണ്ടും ഉയർത്തി. പാറമേക്കാവിന്റെ അടുത്ത കുട അത് കാവി നിറത്തിലാണ്. സഫറോൺ കാവി നിറത്തിലൊരു കുട പൊങ്ങിയിരിക്കുന്നു. ഭഗവതിയുടെ തിടമ്പേറ്റിയ കൊമ്പന്റെ മുകളിൽ മഞ്ഞ നിറത്തിലുള്ള കുടയും കാണാൻ. ഇതൊരു മത്സരമാണ്, പക്ഷെ ഇതിൽ ആരും ജയിക്കുന്നില്ല. അതെ, മത്സരമാണ്. പക്ഷേ ആ മത്സരം എന്ന് പറയുന്നത് ഒരു സൗഹൃദത്തിന്റെ കൂടി കാഴ്ചയാണ്. ഒരു സൗകുമാര്യത ആ മത്സരത്തിനുണ്ട്. ആ സൗകുമാര്യതയുള്ള ഒരു മത്സരം. ആ മൽസരത്തിൽ നേരത്തെ അർജുൻ സൂചിപ്പിച്ച പോലെ ആരും ജയിക്കാത്തൊരു മത്സരമാണ്. വേണമെങ്കിൽ തർക്കിക്കാം. വെള്ളക്കുടകൾ ഉയർന്നിരിക്കുന്നു. തിരുവമ്പാടിക്കാരുടെ വെള്ളക്കുടകൾ അല്ലെ, സെമ്മയാണ്. അതിന് വെള്ളി നിറത്തിലുള്ള കുടകളാണ്. വെണ്മ തൂവുന്ന വെള്ളക്കുടകൾ ഉയർത്തിയിരിക്കുന്നു. അതിനകത്ത് സ്വർണ്ണ നിറത്തിലുള്ള എന്തൊക്കെയോ ചില കുടകൾ, മിനുക്ക് മണികളൊക്കെ ഉണ്ട് അതിനകത്ത്. എന്തായാലും കുടകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2 സെറ്റ് കുടകൾ ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 15 മിനിറ്റിനകം പൂർത്തിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ 15 മിനിറ്റാണ് ദേവസ്വങ്ങൾക്ക് നിശ്ചയിച്ച് നൽകിയിട്ടുള്ള സമയം. ആ സമയത്തിനുള്ളിൽ എത്ര കുടകൾ ഇങ്ങനെ നിവർത്തി വെക്കാൻ പറ്റും, എത്ര കുടകളെ ഇങ്ങനെ വിസ്മയിപ്പിക്കാൻ പറ്റും, ഈ ആൾക്കൂട്ടത്തെ അവർക്ക് എങ്ങനെ ആസ്വദിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് 2 ദേവസ്വങ്ങളും കാത്തിരിക്കുന്നത്.